അങ്ങനെ നമ്മുടെ ബീഫ് ഇറച്ചി ചോറുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിരിക്കുന്നു. 1/2 കിലോ സോണ മസൂരി റൈസ് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നു. 1/2 കിലോ ബീഫ് ഒരു മീഡിയം പീസായിട്ട് നുറുക്കി വെച്ചേക്കുവാണ്. തീരെ ചെറുതല്ല, മീഡിയം പീസായിട്ട് നുറുക്കി വെള്ളം മുറി വെച്ചിരിക്കുന്നു. പിന്നെ 2 സവോള നീളത്തിൽ അരിഞ്ഞേക്കുന്നത്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഇട്ട് മൂപ്പിക്കാൻ വേണ്ടി 2 കറുകപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക, 2 ബേ ലീവ്സ്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ബേ ലീവ്സ്. ഇതെല്ലാം കൂടി ആദ്യം ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളി ഇട്ട് കൊടുക്കുക, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ മസാലപ്പൊടി ഇടണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് 2 സെക്കൻഡ് ഇതൊന്ന് മൂക്കട്ടെ. ഇത് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് എന്തൊക്കെ മസാലപ്പൊടി ഇട്ടു എന്ന് ഞാൻ പറയാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് മൂടി വെച്ച് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ അടുപ്പിക്കാം. 2 വിസിൽ അടുപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് നല്ലോണം വെന്തു. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ചെറിയൊരു പെരളൻ രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തതെന്നൊരു ചീൻചട്ടി വെച്ചൊരു 4 മുട്ട കുത്തി കഴിച്ച് എഗ് ബുർജി പോലെ ഉണ്ടാക്കി. ഇനി ഈ എഗ് ബുർജി നമ്മുടെ ഈ ബീഫിട്ടിട്ട് ഈ ഗ്രേവി കുറച്ചും കൂടി ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയിട്ട് ഈ റൈസും കൂടി എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ചോറ് റെഡിയായിരിക്കുന്നു, ഇറച്ചി ചോറ് റെഡിയാവും. ഇനി നമുക്ക് ഈ മുട്ട ബുർജി, എഗ് ബുർജി എടുത്ത് ഈ ബീഫിട്ട് എടുത്തിടാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഇറച്ചി ചോറിനുള്ള മസാല ഓൾമോസ്റ്റ് റെഡിയായിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം, വലിയ ഗ്രേവി ഒന്നുമില്ല, ഇത് നല്ലോണം തിക്കായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ റൈസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം വളരെ ലോയിൽ വയ്ക്കുക, വളരെ സ്ലിമ്മിൽ വയ്ക്കുക. എന്നിട്ട് പതുക്കെ ഈ റൈസ് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഫൈനലിൽ നോക്കാം ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. നല്ല ടേസ്റ്റാണിത്. ഇതിൻ്റെ ഗ്രേവിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, മസാലയൊക്കെ എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി റൈസുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് ഫൈനലി നമുക്കിതെങ്ങനെ ഇരിക്കുമെന്ന് കാണാം. അങ്ങനെ നമ്മുടെ ഇറച്ചി ചോറ് റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ഡാർക്ക് യെല്ലോയിഷ് കളറായിട്ടുള്ള ഇറച്ചി ചോറാണ്. ഇത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ്. ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കിയത് ചില്ലി ചിക്കൻ ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്, അതുപോലെ പഴംപൊരി ഉണ്ട്. ചിക്കൻ 65ഉം ചില്ലി ചിക്കനും പഴംപൊരിയുടെ എങ്ങനെ ഉണ്ടാക്കണേ എന്നല്ല നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കണത് ഞാൻ കാണിക്കാത്തത്. ഏതായാലും ഇറച്ചി ചോറ് ഉണ്ടാക്കണമെന്ന് കണ്ടു, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.